പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇതിനകത്ത് വരുമായിരിക്കും. ഫാമിലിയാരിസ് കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം, ജോൺ 12 മാർപ്പാപ്പയുടെ ഒരു ചാക്രിക ലേഖനമുണ്ട്. കുറച്ച് പഴയതാണ്, പക്ഷെ അതിന്ന് പ്രസക്തമാണ്. കാരണം അതിൻ്റെ ഉദ്ദേശം ഒരു കുടുംബം ആധുനിക കാലത്ത് എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ പലയിടത്തും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി, സെക്ഷുവാലിറ്റി, ഇതെല്ലാം ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിള്ളേരെ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് നന്നായി വിശുദ്ധരായിട്ട് വളർത്താൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക, ഔട്ട്ഫിറ്റ്സൊക്കെ ഇട്ട്, നല്ല സെയിൻസിൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ ഇട്ട് പിള്ളേർ കാണുന്നുണ്ട്. അവർ ആ സെയിൻസിനെ പോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഒരു ഫാമിലി, നമ്മുടെ തമ്പുരാൻ ഏൽപ്പിച്ച ഈ കുടുംബത്തിൽ നിന്ന് വിശുദ്ധരായിട്ട് നമുക്കെങ്ങനെ വിശുദ്ധരായിട്ട് മാറാം, നമ്മുടെ പങ്കാളി എങ്ങനെ വിശുദ്ധയാക്കാം അല്ലെങ്കിൽ വിശുദ്ധരാക്കാം, എൻ്റെ മക്കളെ എങ്ങനെ വിശുദ്ധിയിൽ വളർത്താം, ഇത് വലിയൊരു ചലഞ്ചാണ് ഇന്നത്തെ കാലത്ത്. കാര്യം ഒത്തിരി പേര് ഇപ്പം പല കുടുംബങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്, അവരുടെ എല്ലാ അടവും പയറ്റി അവരവരുടെ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് നിസ്സംഗരായി നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയല്ലേ, അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, നമ്മുടെ പരിപാടി നിർത്തി. പക്ഷെ ആസ് എ ക്രിസ്ത്യൻ, ഈശോയെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കങ്ങനെ ആയുധങ്ങൾ താഴെ വയ്ക്കാൻ കഴിയില്ല. നിങ്ങൾ സർവ്വ ആയുധങ്ങളും എടുക്കാനാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. കാരണം എന്താ, നമ്മൾ വി ആർ ഇൻ എ വാർ, നമ്മളൊരു യുദ്ധത്തിലാണ്. നമ്മൾ ഈ ലോകത്തിലെ ഈ കാണുന്ന ആളുകളുടെ ഇതല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അദൃശ്യരായ ശക്തികളോടുള്ള യുദ്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എത്രത്തോളം ഒരുങ്ങി ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എനിക്ക് ഈ ഫാമിലിയാരിസ് കൺസോർഷ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുടുംബം ഒരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞാണ് മാർപ്പാപ്പയെ തുടങ്ങുന്നത്. കുടുംബം ഒരു കൂട്ടായ്മയാണ്. നമ്മളൊരു കൂട്ടായ്മ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബം ഒരു കൂട്ടായ്മയാണോ, അതോ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് പോവുകയാണോ? കുറച്ച് പിള്ളേർ, ഇപ്പോൾ പ്രോ ലൈഫാണ്, കുറച്ച് പിള്ളേരുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ 6 പിള്ളേരുണ്ട്, സ്വർഗത്തിൽ 2 പേരുണ്ട്. അപ്പോൾ ഈ 6 പിള്ളേരെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണോ, അതൊരു കൂട്ടായ്മ ഇവിടെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമുക്ക് ആകുന്നില്ലെങ്കിൽ നമ്മളൊന്ന് റിക്കളക്ട് ചെയ്യണം. ഒരു അപ്പൻ, ഇവിടെ അപ്പനും അമ്മയാണ് കൂടുതലിരിക്കുന്നത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ റോൾ എത്രത്തോളം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കണം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിവിധ മേഖലകളിൽ, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും വിവിധ മേഖലകളിൽ പ്രശ്നങ്ങളുള്ളവരാ. സാമ്പത്തികമോ ശാരീരികമോ ആരോഗ്യപരമായിട്ടോ, മക്കളുടെ ആരോഗ്യമോ ഭാര്യയുടെ ആരോഗ്യമോ, ഇനിയൊന്നും വേണ്ട. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സ്വഭാവ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ നമ്മൾ കാരണവന്മാരെ നോക്കുന്നില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിരന്തരം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ ഈ ഒരു കൂട്ടായ്മ ജീവിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ചിന്തിക്കണം. കാരണം അതിലേക്ക് ഞാൻ വരുന്നത്, ഒരു ജീവനെ പരിപോഷിപ്പിക്കുന്ന ഒരു വിളി നമുക്കുണ്ട്. മക്കളെ വളർത്തുക, കുടുംബങ്ങൾക്കൊരു കഴുത്ത്, അല്ലെങ്കിൽ ലെറ്റർ ടു ഫാമിലീസ് എന്ന് പറയുന്ന ഇത് അപ്പോസ്തലിക് ലെറ്ററിൽ ജോൺ 12 മാർപ്പാപ്പ അതിൻ്റെ 16-ാം ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നത്, മക്കളെ വളർത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രേക്ഷിത വേലയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിലൊരു പ്രേക്ഷിത വേലയാണ്. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി, ബാക്കി പറയാമോ, എല്ലാ സൃഷ്ടികളോടും. നമ്മുടെ കുടുംബത്തിൻ്റെ പുറത്ത് പോകുന്നുണ്ട്, പക്ഷെ അകത്തേക്കധികം പലപ്പോഴും നോക്കുന്നില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഒന്ന് കുടുംബത്തിലേക്ക് വരണം. നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന അപ്പനെയും അമ്മയും സംബോധന ചെയ്താൽ പറയുന്നത്, നമ്മൾ കുടുംബനാഥൻ എന്ന രീതിയിൽ നമുക്ക് വലിയൊരു റോള് നമ്മുടെ കുടുംബത്തിലുണ്ട്. അത് അവരുടെ ഭൗതികമായ കാര്യങ്ങൾ, അവരുടെ ആത്മീയമായ കാര്യങ്ങളും ഈ കൂട്ടായ്മയുടെ ആനന്ദത്തിൽ അവർക്ക് വളർന്നു വരണം. വലിയ കുടുംബങ്ങളിൽ പോലും, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ചില കുടുംബങ്ങളിൽ, വലിയ കുടുംബങ്ങളിലെ മക്കൾ, കുടുംബം വലുതായി പോയി സങ്കടപ്പെടുന്ന മക്കളുടെ വിഷമങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ. കുടുംബം ഇത്രയും പിള്ളേരില്ലായിരുന്നു, ഞങ്ങൾക്ക് കുറച്ചുകൂടി സുഖമായിരുന്നല്ലോ എന്ന്, അത് ചില സൗകര്യങ്ങളൊക്കെ കിട്ടിയതിനൊന്നും വിഷമിക്കുന്ന ചില മക്കളുടെ ഫീഡ്ബാക്സ് ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനും തമ്പുരാനെ നാളെ എൻ്റെ മകനോ എൻ്റെ മകളോ ഇത് പറയൂ. എപ്പോഴാണ് അത് പറയുന്നതെന്നറിയൂ? അത് പറയാൻ തമ്പുരാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എപ്പോഴാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ കൂട്ടായ്മയുടെ സ്നേഹം
ഫീൽ ചെയ്യാതെ വരുമ്പോഴാണ്, അവർക്കൊരു ബിലോങ്ങിങ് ഫീൽ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് അവർ കൊട്ടക്കണക്കിന് സമ്മാനം മേടിച്ചു കൊടുത്തിട്ടോ അവർക്ക് വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്താലോ അല്ല, മറിച്ച് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ശരിക്കും ഈശോയുടെ പുറകെ നമ്മൾ നടക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ്. കർത്താവ് ഈ ഹൃദയത്തിൽ തൊട്ട് ഈ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ പലതും ഉപേക്ഷിച്ച് നമ്മളിരിക്കുന്ന തമ്പുരാൻ്റെ അടുത്ത് ചെന്നിട്ട് സ്നേഹം അനുഭവിച്ച് ആരും ചെന്നിട്ട് പറഞ്ഞ തമ്പുരാൻ എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, അതില്ല എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ മക്കൾ ആ സ്നേഹം അനുഭവിച്ചാൽ, ഈ കൂട്ടായ്മയുടെ സ്നേഹം അനുഭവിച്ചാൽ മക്കൾക്ക് ആ സ്നേഹത്തിലായിരിക്കാൻ അവർക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരിക്കും. അവിടെ ഉണ്ടാകുന്ന ഫോർമേഷൻ എന്ന് പറയുന്ന, അവിടെ വിശുദ്ധരുണ്ടാവും, അവിടെ മിശ്രിമാരുണ്ടാവും, അവിടെ രക്തസാക്ഷികളുണ്ടാവും. ആ കുടുംബം ഒരു സാക്ഷ്യമായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ കൂട്ടായ്മയുടെ ഒരു അനുഭവം ഉണ്ടാവണം. ഈ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാവണമെങ്കിൽ വി ഷുഡ് ഗോ ടു ദ റൂട്ട്സ്. വേരുകളിലേക്ക് വേണം. എവിടെയാണ് വേര് കിടക്കുന്നത്? എവിടെയാണ് കൂട്ടായ്മയുടെ വേര് കിടക്കുന്നത്? എവിടെയാണ്? ട്രിനിറ്റി, തൃത്വം, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ കൂട്ടായ്മയാണ് ദ ബേസ് ഓഫ് കമ്മ്യൂണിയൻ, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ബേസ് എന്ന് പറയുന്നത്. ഈ ഛായയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇൻ ദ ബിഗിനിങ് നമുക്ക് ഏറ്റവും അനുകരിക്കാൻ പറ്റുന്ന ഭാര്യ ഭർത്താക്കന്മാരാരാ? നമുക്ക് ഒരു ആസ് എ ഭാര്യ ഭർത്താവ് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ബൈബിളിലെ ഭാര്യ ഭർത്താക്കന്മാരാരാ? ആ തിരുക്കുടുംബമാണെങ്കിൽ ഈ ഇങ്ങനെ ഉണ്ടാവുന്ന പോലെ പിള്ളേരുണ്ടാവത്തില്ല. അവിടെ ചിലതൊക്കെ നാസിർ വ്രതക്കാരാണ്. അബ്രഹാം സാറാ ശരിയല്ല, അവരുടെ അവസ്ഥ അറിയാലോ. ഒന്ന് കെട്ടി പിന്നെ വേറൊന്ന് പോയി, പിന്നെ എല്ലാം പാളിയതാ. പാളാതിരുന്ന ഒരെണ്ണേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ആരാ? നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത രണ്ടുപേരെ. കാരണം അതുകൊണ്ടാണല്ലോ ധ്യാനം കൂടി നടക്കേണ്ട വന്നത്. അപ്പോൾ നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത രണ്ടുപേരാണ് ആദവും ഹവ്വയും. പക്ഷെ അവരുടെ ആ ഒരു ദൈവം അവരെ ഏൽപ്പിച്ച അതാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന് ഏറ്റവും ഉദാത്തമായ. അവർ വീണുപോയി, പാപികളാണ്, ഓക്കെ. ആ പാപം ഉണ്ടാകുന്നവരെ അവർ പെർഫെക്റ്റ് ആയിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഇന്നും വിവാഹത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളിലും നിക്ഷിപ്തമാണ്. അപ്പോൾ അവരെന്തിനാ അങ്ങനെ സൃഷ്ടിച്ചത്? ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് അവിടുത്തെ പഴമൊക്കെ പറിച്ച് തന്ന് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം നോക്കുമ്പോൾ എന്ത് പറയുന്നത്? ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് സൂഹിക്കുക, അവനൊരു പണി കൊടുക്കുക, അങ്ങനെയാണോ? എന്താ? ഏകനായിരിക്കുന്നത് നന്നല്ല, അവൻ ഏകനായിരിക്കുന്നല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാര്യം എ മാൻ ഈസ് കോൾഡ് ടു ബി ഇൻ കമ്മ്യൂണിയൻ. അവൻ കൂട്ടായ്മയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അപ്പം അങ്ങനെ കൂട്ടായ്മയിൽ ജീവിക്കണമെങ്കിൽ ഇവന് കൂട്ട് വേണം. അങ്ങനെയാണ് ഹവ്വായെ കൊടുക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ പോലെ തന്നെ ദൈവവും ഭാര്യയും ഭർത്താവുമായൊരു കൂട്ടായ്മ ദൈവം അവിടെ രൂപപ്പെടുത്തുകയാണ്. അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമുണ്ടാകണം. ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പിലും ദൈവം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം പരാതി പറയാറില്ലേ? ഇപ്പം ഇന്നലെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ തലവേദന എടുത്ത് BP ഒക്കെ ഷുഗർ, BP ഒന്നുമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഡ്യൂട്ടിയും യാത്രകളും ഉറക്കമില്ലായ്മയായിട്ട് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ശാരീരിക ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ നാളെ സെഷൻ ഉണ്ടല്ലോ, അപ്പോൾ പവർ പോയിൻ്റ് ഒന്നുകൂടി നോക്കണമല്ലോ. നേരെ ഞാൻ പോയി കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ വിഷമത്തോടെ എൻ്റെ അടുത്ത് വന്നു, എനിക്ക് സുഖമാണോ എന്നൊന്നും ചോദിച്ചില്ലല്ലോ, എന്നെ ഒന്ന് പരിഗണിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. നമ്മൾ പരസ്പരം പറയുന്ന ഒരു പരാതിയാണ് എന്നെ ഒന്ന് പരിഗണിച്ചില്ലോ എന്നുള്ളത്. ഇതേപോലെ വിഷമിച്ചിരിക്കുന്ന ഒരാളുണ്ടാര്? ഈ കൂട്ടായ്മയിലുള്ള മൂന്നാമത്തെ ആളാരാ? ദൈവം. പല കാര്യങ്ങളിലും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ, മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ, നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പം തമ്പുരാൻ അവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ട്. എന്നോടൊന്ന് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടായ്മയുടെ ആനന്ദം ആദ്യം അനുഭവിക്കേണ്ടത് നമ്മുടെ ദാമ്പത്യത്തിലാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രേക്ഷിതൻ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു പ്രേക്ഷിതൻ എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷിത ദൗത്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കൂട്ടായ്മയിലാണ്. എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം ഞാൻ നടത്തണം. അതിന് പിടിച്ച് ധ്യാനത്തിന് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ അവരെ ഇടിച്ച് പ്രാർത്ഥിപ്പിക്കുകയോ, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പ്രാർത്ഥിപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദത്തെ സൃഷ്ടിച്ചു പറഞ്ഞു, ഇവൻ ഏകനായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇവന് ചേർന്ന ഇണയെ ഞാൻ നൽകും, ഇവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് പറഞ്ഞു. എന്നിട്ട്
കർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ചേർന്ന് ഇണാന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എല്ലാ മൃഗങ്ങളെയും കൊണ്ടത് മുമ്പിൽ നിർത്തിയിട്ട് ആദത്തോട് പറയും, ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുത്തോ. അതവിടെ ആദ്യം ഇങ്ങനെ നോക്കി, എല്ലാവരെയും നോക്കി, കുറേ പേരൊക്കെ ഇട്ടു, കണ്ടപ്പോൾ തോന്നിയതൊക്കെ വിളിച്ചു, എന്താ പറയുക. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തനിക്ക് ഇണങ്ങിയ ഒരു തുണയെ കണ്ടില്ല. തനിക്ക് ഇണങ്ങിയ ഒരു തുണയെ കണ്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊന്ന് കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്. ഈ ചേർന്ന ഇണയും ഇണങ്ങിയ തുണയും. നമ്മുടെ പങ്കാളി നമുക്ക് ചേർന്ന ഇണയാണോ, നമുക്ക് ഇണങ്ങിയ തുണയാണോ? ഈ ഇണങ്ങിയ തുണ എന്ന് പറയുന്ന ആദത്തിൻ്റെ കണ്ണിലാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ പങ്കാളിയെ തപ്പിയപ്പോൾ ചിലപ്പോൾ മാട്രിമോണിയിലായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം ആലോചിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചതായിരിക്കാം. എങ്ങനെയായാലും നമ്മൾ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യനെ കണ്ടപ്പോഴത്തേക്കും ചോദിച്ചു, നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാനിങ്ങനെ 5 പേരിലിങ്ങനെ വെച്ചു. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞു, വിശ്വാസം വേണം, വിദ്യാഭ്യാസം വേണം, പിന്നെ സാമ്പത്തിക ചുറ്റുപാട് വേണം, സൗന്ദര്യം വേണം. കുറച്ച് കഴിഞ്ഞിട്ട് 5ാമത്തെ പേരിൽ ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നില്ല. അവൻ പറഞ്ഞ പിന്നെ അത്യാവശ്യം എന്താ മോശം കൂട്ടുകെട്ടുന്നുണ്ട്. ഓക്കെ, ഈ 5ാം വിരലിൽ നിന്ന് അടുത്ത വിരലിലേക്ക് കയറാൻ വേണ്ട ഒരു പോയിന്റ്സ് ഒന്നും നമ്മൾ ഇണങ്ങിയ തുണയെ തപ്പുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉള്ളൂ. ആ ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ തപ്പിയത്. പക്ഷെ ദൈവം നമുക്ക് ഈ തുണയെ ചേർത്ത് വെച്ചത് എങ്ങനെയാണ്? നമുക്ക് ചേർന്ന ഇണയായിട്ടാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഞാനത് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് പറയാണ്. അതായത് പലപ്പോഴും ഇതെനിക്ക് ചേർന്ന ഇണയാണ് എന്നുള്ളതിനേക്കാൾ എനിക്ക് ഇണങ്ങിയ തുണയാണെന്നുള്ള അന്വേഷണമാണ് നമ്മളൊരു സംതൃപ്തിക്കുറവിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. വല്ലതും പിടികിട്ടിയോ? ഇതൊരു ചേർന്ന ഇണയാന്നുള്ള ബോധ്യമില്ലായ്മയും ഇതെനിക്ക് ഇണങ്ങിയ തുണയാണോ എന്നുള്ള അന്വേഷണവുമാണ് നമ്മുടെ പങ്കാളിയിൽ നമുക്കൊരു അതൃപ്തി കൊണ്ടത്. ഇത് നമുക്ക് അതൃപ്തി ഉണ്ടാകുമെന്ന് തമ്പുരാൻ അറിയാവുന്നതുകൊണ്ടാണ് 10 കൽപ്പനകളിൽ തമ്പുരാൻ ഒരു കൽപ്പന ചേർത്തിട്ടുണ്ട്. എന്താ അത്? വ്യഭിചരിക്കരുതെന്നുള്ളതല്ല, അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുക. എന്താ തമ്മിൽ വ്യത്യാസം? വ്യഭിചരിക്കരുതെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, തൊട്ട് താഴെ എഴുതി വെച്ചേക്കാണ് അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നത്. മോഷ്ടിക്കരുതെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത് എഴുതി വെച്ചേക്കാണ് അന്യൻ്റെ വസ്തുക്കൾ. ഇതെന്താ സംഭവം? എന്താ വ്യത്യാസം? ഇത് ആസക്തിയൊന്നുമല്ല, ഇത് കമ്പാരിസനാണ്. എന്താണ്? അപ്പുറത്തെ വീട്ടിൽ ബെൻസ് കിടക്കുന്ന കാണുമ്പോൾ എനിക്കൊരു വിഷമം, എനിക്ക് മാരുതിക്കാറേ ഉള്ളല്ലോ. ചേട്ടൻ്റെ വിഷമം അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് മാരുതി മതിയായിരുന്നു എന്നാണ്. അത് വേറെ കാര്യം. ബെൻസ് അല്ല, മാരുതി മതിയായിരുന്നാണ് അപ്പുറത്തെ ചേട്ടൻ ഇങ്ങോട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അപ്പുറത്ത് നിൽക്കുമ്പം അവളെ പോലെയായിരുന്നു എൻ്റെ ഭാര്യയെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലെ ആ കുട്ടിയെ പോലെയായിരുന്നു എൻ്റെ ഭാര്യയെങ്കിൽ, എന്നോട് കുറച്ചുകൂടി ഒന്ന് കൊഞ്ചി സംസാരിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ നമ്മൾ പൊട്ടക്കിണറുകൾ തേടി നമ്മുടെ മനസ്സ് പോകുന്നതിനെയാണ് അന്യൻ്റെ ഭാര്യയെ കമ്പാരിസൺ, കൽപ്പന ലംഘനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അൾത്താര മുമ്പാകെ, നമ്മുടെ ഏതെങ്കിലും അൾത്താരയുടെ മുമ്പാകെ സുവിശേഷ സാക്ഷിയായി മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച്, അത് ഞാൻ അന്നും അറിയത്തില്ല, ഇന്നും ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല, മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനകളും അനുസരിച്ച് ഭാര്യയായി ഭർത്താവായി സ്വീകരിച്ചപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ തമ്പുരാൻ ഏൽപ്പിച്ചത് നമുക്ക് ചേർന്ന ഇണയാണ്. നമുക്ക് ചേർന്ന ഇണ, ഇണങ്ങിയ തുണയുമാണ്. നമ്മുടെ കഴുത്തിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ട ആവശ്യമില്ല, നേരെ നോക്കിയിരിക്കുക. ഈ കൂട്ടായ്മയുടെ ആനന്ദം നമ്മൾ അനുഭവിക്കണം. ഇവിടെ അനുഭവിച്ചാൽ മാത്രമേ, നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമേ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ പറ്റുള്ളൂ. ഇന്നലെ രസകരമായ അനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ, ഞാൻ താമസിച്ച വീട്ടിൽ ചെന്ന് കുർബാന കഴിഞ്ഞ് ലേറ്റായിട്ട് വീട്ടിലോട്ട് കയറി ചെല്ലും. ഞാൻ ഒരു പവർ പോയിൻ്റ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യ വിഷമം പറഞ്ഞു. ഞാൻ പിന്നെ അവളുടെ കൂടെ കൂടി അടുക്കളയിൽ ദോശയൊക്കെ ചൂടാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കസേര, അപ്പോൾ അവളൊരു പാത്രം എടുത്ത് വന്നിട്ട് കൊച്ചിന് ദോശ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ദോശ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് എൻ്റെ മടിയിലിരുന്നു. എന്നാലും എന്നെ ഒന്ന് പറയാം, ഒരു സ്നേഹത്തോടുള്ള സംഭാഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത മകൻ, മൂത്തത് മകളാണ്, രണ്ടാമത്തെ മകൻ കയറി വരുന്നു. അപ്പം കയറി വന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം. കാര്യം ചാച്ചനും അമ്മയും വളരെ സന്തോഷത്തോടെ, ഞങ്ങൾ എപ്പോൾ വഴക്കിട്ടാലും ആദ്യം മുഖം വാടുന്നത് ഈ മകൻ്റെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ മുഖത്ത് എന്തെങ്കിലും എന്താ പറയുക വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം മുഖം വാടുന്നത് എൻ്റെ രണ്ടാമത്തെ മകൻ്റെയാണ്. അപ്പം അവൻ ഭയങ്കര ആനന്ദത്തോടെ വന്ന് ആ ഒരു കാഴ്ച എൻജോയ് ചെയ്യുമായിരുന്നു. അത് ഒന്നുമില്ല, എൻ്റെ ഭാര്യ എൻ്റെ മടിയിലിരിക്കുന്നു, ഞാൻ അവളെ ചേർത്ത് വെച്ചിരിക്കുന്നു, ഞങ്ങൾ ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സ്നേഹത്തിൽ നിന്ന് മക്കളിലേക്ക് ഈ കൂട്ടായ്മ പകരപ്പെടണം. അതുകൊണ്ട് നമ്മൾ ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലേക്ക് നമ്മുടെ ദാമ്പത്യത്തെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിന് വരുന്ന ഒരു പ്രശ്നം, ഈ കമ്പാരിസൺ പോലെ തന്നെ പ്രശ്നമാണ്, നമ്മുടെ പങ്കാളിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ ഒരു പ്രേക്ഷിതൻ എന്ന നിലയിലാണ്, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് എങ്ങനെ സുവിശേഷമാകാം എന്നുള്ളതാണ്.
അവിടെ നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്തോ ചെയ്താലാണ് എൻ്റെ പങ്കാളി ശരിയാകുമ്പോൾ. ഞാൻ ഇങ്ങനെ ചില നമ്മളെല്ലാം ഉപദേശങ്ങൾ കൊടുക്കും. നമ്മൾ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളെല്ലാവരും ഉപദേശിക്കുക, അല്ലെ ചേട്ടാ ഇങ്ങനെ ചെയ്താൽ മതി, അടി ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ നമ്മൾ ഭയങ്കര ഉപദേശിക്കും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പങ്കാളിയെ മാറ്റേണ്ട ഉത്തരവാദിത്വം ആർക്കാ? നമുക്ക് ചേർന്ന പങ്കാളിയായി ആ പങ്കാളിയെ മാറ്റേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാണ്. ആ ദൈവത്തിങ്കിലേക്കാണ് തിരിയേണ്ടത്. എൻ്റെ ഭാര്യ എന്നോട് എന്തെങ്കിലും എനിക്ക് ഇഷ്ടക്കേട് കാണിച്ചാൽ ഞാൻ അതിനെ തിരുത്താനോ അവളുടെ മെക്കെട്ട് കയറാനോ പോകുന്നതിലും എളുപ്പം തമ്പുരാൻ്റെ സന്നിധിയിൽ പോയി, തമ്പുരാനെ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തമ്പുരാനോട് ചോദിക്കുകയും അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാനും രക്ഷപ്പെടും, അവളും രക്ഷപ്പെടും. ഞങ്ങൾ SVD ധ്യാനത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്. ഇപ്പോൾ ചേർന്ന് ഞാൻ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എൻ്റെ സംഗതികളൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടെ, എങ്കിലും ഒന്ന് പാടാം. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ, പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. പാടാൻ പറ്റുമോ എൻ്റെ കൂടെ? ഞാനാണു ദൈവമേ മാറേണ്ടത്. പാടിക്കേ. ഈ മനസ്സിൽ അവളാണ് മാറേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇത് പാടരുത്. ഞാനാണു ദൈവമേ മാറേണ്ടത്. പഠിക്കേ. ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ, പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. സംഭവം പിടികിട്ടില്ലോ? ഇത് നിങ്ങളുടെ താളത്തിൽ നിങ്ങൾ ഇടയ്ക്ക് പാടുക, നല്ല വ്യത്യാസം വരും. നിങ്ങളുടെ താളത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാടുക. ഞാൻ പാടി ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും മനസ്സിലിങ്ങനെ പാടും, ഞാനാണ് ദൈവമേ മാറേ. ഇത് ഭയങ്കര ഒരു മന്ത്രമാണ്. ശരിക്കും പറഞ്ഞാൽ തമ്പുരാനോട് ചോദിക്കാം, എങ്ങനെയാണ് മാറേണ്ടത്? തമ്പുരാനോട് ചോദിച്ചിട്ട് മാറണം. എൻ്റെ ഭാര്യയ്ക്ക് കുറവുകളുണ്ടാവും, എനിക്ക് കുറവുണ്ടാവും. പക്ഷെ അത് ഞങ്ങൾ പരസ്പരം ആ കുറവുകളെ പഴിക്കാനും ആ കുറവുകളോട് എൻ്റേതായ റെസ്പോണ്ട് ചെയ്യുന്നതിൽ എളുപ്പം തമ്പുരാൻ്റെ സന്നിധിയിൽ പോയി, തമ്പുരാനെ ഇന്നലെ ഞാൻ അവളോട് അങ്ങനെ പെരുമാറിയപ്പോൾ അവൾക്ക് വിഷമായി, അവളോട് ആ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണോ തമ്പുരാനോട് ആരാധനയ്ക്ക് പോയിരുന്നു ചോദിക്കുമ്പം ഭയങ്കരമായ വ്യത്യാസമാണ്. ഞങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് അടുത്തൊരു ഘട്ടത്തിലേക്ക് മാറാം. നമ്മുടെ അടുത്ത ഇനി സുവിശേഷം പ്രസംഗിക്കേണ്ടത് നമ്മുടെ പങ്കാളി കഴിഞ്ഞാൽ പിന്നെ ആരോടാ? നമ്മുടെ മക്കളോടാ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 16 തോന്നുന്നു, നമ്മുടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഭർത്താക്കന്മാരോട് പറയുന്ന കാര്യമുണ്ട്. ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് ദയയില്ലാതെ പെരുമാറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത്, കുടുംബനാഥന്മാരോടാണ് പറയുന്നത്. നമുക്കൊരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ കുടുംബത്തിലുണ്ട്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പലരും എന്നേക്കാൾ സീനിയേഴ്സ് ആണെങ്കിലും കുടുംബനാഥൻ എന്ന നിലയിൽ നമുക്ക് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ കുറേ കമാൻഡുകൾ ആർക്കും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും, പിതാക്കന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം, ഒരമ്മയോടും അത് പറഞ്ഞില്ല, അമ്മയോട് ദൈവം പറഞ്ഞിട്ടില്ല, ദൈവം വചനത്തിൽ പറയുന്നില്ല. പക്ഷെ പിതാക്കന്മാരോട് കാര്യം നമ്മളാണ് ഇച്ചിരി ഗൗരവം, നമ്മളാണ് കാര്യം. എവിടെയാണെന്നറിയാം ഈ കോപം ഉളവാക്കുക? എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് കോപം ഉണ്ടാവുക? നമ്മൾ കോപിക്കുമ്പോഴാണോ? നമ്മൾ കോപിച്ചാൽ അവർ കോപിക്കണമെന്ന് നിർബന്ധമില്ല. അവരിപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോപിച്ചാൽ അവർ കോപിക്കണമെന്ന് നിർബന്ധമില്ല. എപ്പോഴാണ് പിള്ളേരിൽ കോപം ഉണ്ടാവുക? നമുക്കപ്പോഴാണ് ദേഷ്യം വരുന്നത്. അത് പറഞ്ഞു ബേസിക്കായിട്ടൊരു കാര്യമായിരിക്കുന്നത്. അനീതി കാണുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ സമൂഹത്തിലോ അനീതി കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം ഉണ്ടാവുന്നത്. അപ്പം നമ്മളൊരു കൊച്ചിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ദേഷ്യപ്പെടുമ്പം എന്നോട് എന്തിനാ, ഇപ്പം ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ പിള്ളേർ ചാച്ചത് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാനല്ല ചെയ്തത്, അവനാ ചെയ്തത്. അപ്പം ഞാൻ ചിലപ്പോൾ ഇന്നാളൊരു ദിവസം, പണ്ട് ഇപ്പം അങ്ങനെ അടിക്കാറില്ല, പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ മകനൊരു പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോഴേ എൻ്റെ ഭാര്യ എന്നോട് പറയുന്നു, ഞാൻ എന്നെ വടിയായിട്ട് അടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ മോൻ പറയാണ്, അടി അപ്പച്ചൻ തന്നായിരുന്നു, അടി ഇനി അപ്പൻ അടിക്കുന്നത് നീതികേടാണ്. അതാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പൻ അടിക്കുന്നത് നീതികേടാണ്. കാര്യം ഓൾറെഡി അടി കിട്ടാനുള്ളത് കിട്ടി, ഇനി അപ്പൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കേട്ടിരിക്കുക എന്നുള്ളതാണ് ആ കൊച്ചു പയ്യൻ പറഞ്ഞത്.
നീതി നടപ്പാക്കുക എന്നൊരു ഉത്തരവാദിത്വം കുടുംബനാഥന്മാർക്കുണ്ട്. അതാണ് കുടുംബത്തിൽ നീതി നടപ്പാകുന്നു എന്നൊരു ഉത്തരവാദിത്വം കുടുംബനാഥന്മാർക്കുണ്ട്. ഇനി അത് പങ്കാളിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പരസ്പരം നൽകേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കരുത് എന്ന് കൊരിന്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഭർത്താവ് ഭാര്യയുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം, അതുപോലെ തന്നെ ഭാര്യയും എന്ന് പറയുന്നത്. ഈ നീതിയെല്ലാം കുടുംബത്തിൽ പുലരുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത ആർക്കുണ്ട്? കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായ ആരോടാ ചോദിക്കാൻ വരുന്നത് കർത്താവ്? ആരോടായിരിക്കും ചോദിക്കുന്നത്? ഇൻ ദ ബിഗിനിങ് ആരോടാ ചോദിച്ചേ? പാമ്പാണ് പഴം കൊടുത്തതെന്നും ഹവ്വായാണത് പറിച്ചതെന്നും ആദത്തിന് കൊടുത്തത് ഹവ്വായി എന്നൊക്കെ തമ്പുരാൻ അറിയാം. പക്ഷെ വന്നിട്ട് വിളിച്ചതാരെയാ? പുരുഷനെ വിളിച്ചു, ആദം നീ എവിടെ? പ്രിയപ്പെട്ട ആദംസ്, ഞാൻ ഉൾപ്പെടുന്ന ആദംസ്, വി ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഫാമിലി. അതുകൊണ്ടാണ് ഈ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടുകൂടിയാണ് ദൈവം ഈ സ്ഥാനത്തെ, കുടുംബനാഥൻ എന്ന സ്ഥാനത്തെ ദൈവം മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാര്യമാരോട് പറയുന്ന, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഈ ബഹുമാനം മക്കൾ കാണുകയും വേണം. ദൈവഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും. 128 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ ഭാര്യ മേശയ്ക്ക് ചുറ്റും മുന്തിരിവള്ളി പോലെ, അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവഭക്തനായ ഒരു മനുഷ്യന് മാത്രമേ ഇങ്ങനൊരു കുടുംബം ലഭിക്കത്തുള്ളൂ. ആ ദൈവഭക്തൻ അവിടെ നീതി നടപ്പാക്കും, അവിടെ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ വളർത്താൻ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫ് PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ റേഡിയേഷൻ ഓങ്കോളജിയിൽ PG കഴിഞ്ഞാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് PG ചെയ്യുന്നു, ഞാൻ തിരുവല്ലയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡെയിലി തിരുവനന്തപുരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ്, ഞങ്ങൾ ഒരുമിച്ചായിരിക്കും, എന്ത് വില കൊടുത്ത് ഒരുമിച്ചായിരിക്കും ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു. അതുകൊണ്ട് യാത്രകളുണ്ടായിരുന്നു കുറേ. ഈ യാത്രകളെല്ലാം രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, വന്നിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി തിരുവല്ല എത്തുന്നു, ജോലി ചെയ്യുന്നു, ജോലി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് OP കഴിഞ്ഞ് ഞാൻ അടുത്ത ബസ്സിന് കയറി തിരിച്ച് തിരുവനന്തപുരത്ത് പോകുന്നു. ഇങ്ങനെ യാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് സർവീസിൽ നമുക്ക് കൃത്യമായ അറ്റൻഡൻസും കാര്യങ്ങളെല്ലാം ദൈവത്തിരുമുമ്പാകെ നമ്മൾ നീതി പ്രവർത്തിക്കണം. അപ്പോൾ അത് എല്ലാം കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ യാത്രകൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ചില അവസരങ്ങളിൽ തിരുവനന്തപുരത്തുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ഉള്ളൂ, അല്ലാത്ത ദിവസങ്ങളിലെല്ലാം യാത്രയാണ്. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വട്ടാണോ എന്ന്. അപ്പോൾ ഞാനിത് എൻ്റെ പാസ്റ്റർ എടുത്ത് പറഞ്ഞപ്പോൾ പാസ്റ്റർ എന്നോട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, മാമനിപ്പോൾ ഒരു 10,000-20,000 രൂപ ഉണ്ടാക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യാത്ര ചെയ്തിരുന്നെങ്കിൽ, ഡെയിലി ഒരു 20,000-30,000 രൂപ ഉണ്ടാക്കുന്ന ഒരു ആവശ്യത്തിന് യാത്ര ചെയ്തിരുന്നെങ്കിൽ മാമൻ മിടുക്കനാണെന്ന് അവൻ പറഞ്ഞേനെ. ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്, അവന് വിലയില്ലാത്തതിന് വേണ്ടി അവൻ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് അവൻ നിനക്ക് വട്ടാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും അധ്വാനം ഞാൻ കുടുംബത്തിന് വേണ്ടി. അപ്പോൾ എൻ്റെ മകളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, തിരുവനന്തപുരത്ത് പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറയാണ്, ഇച്ചാനുണ്ട് എന്നോട് ഒരു സ്നേഹമില്ലെന്ന്. എന്നോട് ഒരു സ്നേഹമില്ലെന്ന്. അപ്പം ഞാൻ ആകെ വിഷമിച്ചു പോയി. കാരണം എന്താ, ഞാൻ ഈ രാവിലെ ഈ അധ്വാനം ഇതെല്ലാം കഴിഞ്ഞ്, ഈ യാത്രകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇച്ചാനൊരു സ്നേഹമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പം ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞേ. അപ്പോൾ അവൾ പറഞ്ഞു, ഇച്ചാൻ ഇങ്ങോട്ട് വരുന്നത് എന്താ പറയുക മറ്റു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ എന്നുള്ള സ്നേഹം കൊണ്ടല്ല, ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലേ, അങ്ങനെ ഒരു ടോണിൽ അവൾ എന്നോട് സംസാരിച്ചു. ഞാൻ പിള്ളേരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ വ്യക്തമാക്കി പറയുന്നില്ല. അപ്പം ഒരു ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ എങ്ങനെ എൻ്റെ സ്നേഹം അവളെ മനസ്സിലാക്കി, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാനൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാൻ എൻ്റെ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഞാൻ അവിടെ പങ്കുവച്ചു. ഞാൻ സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, എല്ലാം തമ്പുരാൻ കൊണ്ടു കിടക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ ഇച്ചിരി ടൈറ്റ് ഉണ്ടെന്ന് പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് എന്നോട് പ്രാർത്ഥന കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാമൻ്റെ പ്രശ്നത്തിന്, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിന് എനിക്ക് ഒരു പരിഹാരം തരാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? പോട്ടെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ തമ്പുരാൻ്റെ മുമ്പിൽ പോയി സന്നിധിയിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ ചേട്ടാ ഇത്രയും യാത്രയെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ കുർബാനയും കഴിഞ്ഞ് ഞാൻ ആരാധനയ്ക്കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. എന്താ പറയുക, ഇപ്പം തന്നെ എനിക്ക് എൻ്റെ ഭാര്യയോട് ഇരിക്കുക, മക്കളോട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചേട്ടൻ്റെ പറഞ്ഞു. അത് സാരമില്ല, നീ തമ്പുരാൻ്റെ കൂടെ ഇരിക്കുക, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രശ്നങ്ങൾ അത്രമേൽ വലുതായിരുന്നുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് 2-3 പള്ളികളുണ്ട് നിത്യാരാധന ഉള്ളത്, അവിടെ അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് മാസങ്ങൾ ആരാധനയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം ഇടപെടുകയും വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. കടമൊന്നും മാറ്റിയില്ല, പക്ഷേ അത് ക്രമീകരിച്ചു തന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ
വീണ്ടും വീണ്ടും എന്താ പറയുക പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ദാമ്പത്യ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ആ ഒരു ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വ്യത്യസ്തമായ രീതിയിലൂടെയാണ്. ഞാൻ ഈ അനുഭവം പലയിടത്തും പങ്കുവെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ പങ്കുവെക്കണമെന്ന് തോന്നുന്നു. ഞാനൊരു മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്, പ്രവീൺ എന്ന് പറയുന്ന ഒരു ചേട്ടനെ, മസ്കറ്റിലുണ്ടായിരുന്ന രമ്യ പ്രവീൺ ദമ്പതിമാരെ, അല്ലെങ്കിൽ പ്രവീൺ ചേട്ടനെ കണ്ടുമുട്ടുകയാണ്. അന്ന് ഞാൻ കണ്ടുമുട്ടുന്ന സമയത്ത് 2.5 മാസമായിട്ട് ഈ ചേച്ചി തളർന്നു കിടക്കുക, കഴുത്തിന് കീഴ്പോട്ട് തളർന്നു കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ കഷ്ടമാണല്ലോ, ഈ ചേട്ടന് പ്രത്യേകിച്ച് സന്തോഷമൊന്നും കാണത്തില്ലല്ലോ, ഈ ചേച്ചി ഇങ്ങനെ കിടക്കുവാണല്ലോ, ചേട്ടൻ്റെ മാനസികമോ ശാരീരികമായോ ഒരു ആവശ്യങ്ങളോ നിറവേറ്റപ്പെടുന്നില്ല, ചേട്ടൻ്റെ കാര്യം കഷ്ടത്തിലാണോ എന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഈ ചേട്ടൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നുണ്ട്, പുഷ്പഗിരിയിൽ വെച്ചിട്ടാണ്, പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കുർബാനയ്ക്ക് വരുന്നുണ്ട്, ഈ കുർബാനയെല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേച്ചിയെ കാണാൻ പോകുന്നുണ്ട്. ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ വിളിച്ചു, മാമൻ രമ്യയെ കാണാൻ വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാം ഈ അസുഖം കുറച്ച് കഴിയുമ്പോൾ ചേച്ചി മരിക്കും, കാരണം വെച്ചാൽ മെഡിക്കലി നോക്കിക്കഴിഞ്ഞാൽ ശരീരം തളർന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രെയിനകത്തുള്ള ഓട്ടോഇമ്മ്യൂൺ പ്രോബ്ലമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചേച്ചി മരിക്കും. പിടിച്ചു വയ്ക്കാം, കുറേ സപ്പോർട്ടൊക്കെ വെച്ച് പോകാം, കുറേ ഘട്ടത്തിൽ മെഡിക്കലി നോക്കുമ്പോഴത്തേക്ക് ഇൻക്യൂറബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഈ ചേച്ചിയായിട്ട് ചേട്ടനുമായിട്ട് ഇങ്ങനെ ഞാൻ ആ പുഷ്പഗിരിയിൽ ICUവിൻ്റെ മുമ്പിൽ ഒരു ചില്ലിട്ട സ്ഥലത്ത് ഞാൻ പോയി നിൽക്കുന്നു. ഞാനവിടെ നിന്നിട്ട് ഈ ചേച്ചിയെ കാണുന്നു. ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് പാരലായിട്ട് കിടക്കുകയാണ്. ചേച്ചി ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് ചരിച്ച് നോക്കി. നേഴ്സ് പറഞ്ഞു ഭർത്താവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവീൺ ചേട്ടൻ കയ്യൊക്കെ കാണിച്ചു, എന്നെ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി, കാരണം ശബ്ദം അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഞാൻ അന്നേരം ICUവിൻ്റെ ഭംഗി ഡോക്ടർ ഇത് കണ്ടിട്ട് എനിക്ക് വൈകാരിക പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഞാൻ പേഷ്യൻസിനെ കാണുന്നതാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ചേട്ടൻ്റെ കാര്യം കഷ്ടത്തിലാണല്ലോ എന്നാണ് എൻ്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ നിന്ന് ICUവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചേച്ചി ഒന്ന് കൈ കാണിച്ച്, അപ്പോൾ അവരും എന്തോ സംസാരിക്കുന്നത്, ആംഗ്യഭാഷ സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഒരു മന്ത്രം ഉച്ചരിക്കുന്ന പോലെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഈ ചേട്ടൻ ഈശോയുടെ പടമുള്ള, എൻ്റെ ഓർമ്മയിൽ ക്രിസ്തുരാജൻ്റെ പടമുള്ള ഒരു വചനോത്സവത്തിൻ്റെ പുസ്തകം അത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ആ കണ്ണാടിക്ക് നേരെ മുമ്പിലേക്ക് നോക്കിക്കൊണ്ട്, ആ ചേച്ചിയുടെ കണ്ണി നോക്കിക്കൊണ്ട് ഈ പുസ്തകം ഇങ്ങനെ പിടിച്ചിട്ട് ചേട്ടൻ പറയാണ്, രമ്യ, ഞാനുമുണ്ട് ഈശോയുണ്ട്, ഞാനുമുണ്ട് ഈശോയുണ്ട്. ഇനിയൊന്ന് എഴുന്നേറ്റ് വന്നൊരു ചുംബനം പോലും നൽകാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ആ കണ്ണുകളിലേക്ക് നോക്കി ആ മനുഷ്യൻ പറയാണ്, ഞാനുണ്ട് ഈശോയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൂട്ടായ്മ. നമ്മൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് നമ്മൾ വാക്ക് കൊടുത്തപ്പം ആ സുവിശേഷ സാക്ഷിയെ നമ്മൾ ഒരു തീരുമാനമെടുത്തു. ഇതാ ഇന്നു മുതൽ മരണം വരെ, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മുടെ കൂട്ടായ്മ ഇത്രത്തോളം. ഞാൻ ഭയങ്കര ചലഞ്ചഡായി. ഞാൻ അവിടെ വെച്ച് തകർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എത്ര മോശമായിട്ടാണ്, എത്ര നികൃഷ്ടമായിട്ടാണ് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തിനു വേണ്ടിയൊക്കെ അവളുടെ അടുത്ത് പോയിരുന്നോ അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് അവളെ സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ തമ്പുരാൻ അവൾക്ക് എന്താണ് ഇഷ്ടമെന്ന് എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. ഇന്നും ഞാൻ അന്വേഷണത്തിലാണ്. എൻ്റെ ഭാര്യ എങ്ങനെ സന്തോഷിപ്പിക്കാം, എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സന്തോഷം ഓട്ടോമാറ്റിക്കലി അവളും അന്വേഷിക്കാൻ തുടങ്ങി. ഇതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ സ്നേഹമുണ്ടായി, അവിടെ കൂട്ടായ്മയുടെ ആനന്ദം വർദ്ധിക്കാൻ തുടങ്ങി, അവിടെ മക്കളിലേക്ക് ആനന്ദം പകരപ്പെടാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് കയറണം, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. പിള്ളേരുടെ കൂടെ പോയിരിക്കണം, അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കളിക്കണം, പിള്ളേരുടെ കൂടെ ഇരിക്കണം എന്നൊരു ഫീലൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്ന ഒരാളല്ല. മേ ബി എൻ്റെ ഒരു ഫോർമേഷൻ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ ടൈം പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആംബിയൻസ് മാറി. ഒരിക്കൽ ഞാൻ എന്നെ ചലഞ്ച് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഞങ്ങൾ US എൻ്റെ പാരൻസ്, എൻ്റെ ഇൻലോസ് എല്ലാം US ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ 6 പിള്ളേരുമുണ്ട്. അപ്പോൾ 6ാമത്തെ കൊച്ചിന് എൻ്റെ ഭാര്യ എൻ്റെ കൈ പിടിച്ചേക്കുന്നു. അപ്പോൾ 4ാമത്തെ 5ാമത്തെ ആൾക്കാർ ഈ ഭാര്യയുടെ അടുത്തേക്ക് ഓടി ചെന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒരു കമൻറ്റ് പോലെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഇതാ വീട്ടിലെ മെയിൻ പ്രശ്നം, ഇതാണ് മെയിൻ പ്രശ്നം. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ പിള്ളേർക്ക് 2 പേർക്കും അമ്മയെ മതി. ഇവൾ ഇച്ചിരി ടൈറ്റ് ആവുന്നു ഇപ്പോഴാണ്. ഈ 6ാമത്തെ കൊച്ചിനെ കൈ പിടിക്കണം. ഈ 5ാമത്തെ 4ാമത്തെ ക്യൂ പോലെ അമ്മയെന്ന് വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കാണുമ്പോഴത്തേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വിളിച്ചാൽ അതുങ്ങൾ വരുന്നില്ല, എൻ്റെ അടുത്തേക്ക് അതുങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനെന്തോ ഒരുമാതിരി കൈ കഴുകിയ പോലെ ആയിരിക്കും സംസാരിച്ചത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം എൻ്റെ ഉത്തരവാദിത്വം തീർന്നു, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ അവൾ നോക്കണം എന്ന രീതിയിൽ പറഞ്ഞപ്പം എൻ്റെ ചേട്ടൻ, എൻ്റെ കോബ്രദർ എന്നോട് ചോദിച്ചു, മാമൻ, പിള്ളേര് മാമൻ്റെ അടുത്ത് വരുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും കാരണം? ഞാൻ ആകെ ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി. കാരണം വെച്ചാൽ
മാമൻ്റെ അടുത്തേക്ക് പിള്ളേർ വരുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും കാരണം? അപ്പം ഞാൻ എന്നെ തന്നെ തിരിച്ചറിയായിരുന്നു. കാരണം എൻ്റെ പിള്ളേരുമായിട്ടൊരു ബന്ധം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. മൂത്ത പിള്ളേർ ക്രിയേറ്റഡ് ആണ്. മൂത്ത പിള്ളേരുമായിട്ട് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുമായിട്ട് കൂടുതൽ കളിക്കാൻ, അവരുടെ പ്രായത്തിലുള്ളവരോട് കളിക്കാൻ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ കൊച്ചു പിള്ളേർ വരുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി മാറി നിൽക്കും. ആ സ്കില്ല് എനിക്കില്ല. ഇപ്പോൾ എൻ്റെ 5ാമത്തെ കൊച്ചിനെ പ്ലേ സ്കൂളിൽ വിടാൻ തുടങ്ങി. 3 വയസ്സ് ആയപ്പോഴത്തേക്കും പ്ലേ സ്കൂളിൽ വിടാൻ തുടങ്ങി. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ 5 പിള്ളേരുള്ള വേറൊരു ഫാമിലിയുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ കൊച്ചിനെ ഒരേ പ്രായമാണ്. ഞാൻ ഇവരോട് ചോദിച്ചു, പ്ലേ സ്കൂളിൽ വിടുന്നില്ല ചേച്ചി എന്ന് ചോദിച്ചു. ഉടനെ ചേച്ചി എന്നോട് പറഞ്ഞു, ചേട്ടന് ഇഷ്ടമല്ല കൊച്ചിനെ പ്ലേ സ്കൂളിൽ വിടുന്നത്, ചേട്ടൻ വർക്ക് അറ്റ് ഹോമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്നാ ചേട്ടന് എളുപ്പം കൊച്ചിനെ വിടുന്നതല്ലേ, ചേട്ടനെ വർക്ക് അറ്റ് ഹോം അല്ല ചേട്ടൻ, അവൻ പോയി കഴിഞ്ഞാൽ വീട്ടിലൊരു രസമില്ല, ചേട്ടൻ്റെ കൂട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ എല്ലാത്തിനെയും പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് വിടുന്നത് തന്നെ എനിക്കൊന്ന് ആശ്വാസം കിട്ടാനാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നല്ല അപ്പനല്ല, അല്ലെങ്കിൽ നല്ല അപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര നല്ല അപ്പനല്ല എന്ന് ഞാൻ തിരിച്ചറിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദെൻ ഐ സ്റ്റാർട്ടഡ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ കിഡ്സ്. അവരുടെ ബോൾ ഉരുട്ടി കളിക്കാനും, അവരോട് ചുമ്മാ ഇരുന്ന് കളിക്കാനും, അവരോട് വർത്താനം പറയാനും, അവരെ എടുത്തുകൊണ്ട് നടക്കാനും, അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇന്ന് ഈ 5 പേരും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പം ഈ 6 പേരും എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നത്. പ്രൈസ് ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പന്മാർക്ക് ഇത് സാധിക്കും. ഈ കൂട്ടായ്മ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ്, ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ്, ഞങ്ങൾ കുറേ സംസാരിച്ച്, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കുഞ്ഞു വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളൊരു കൂട്ടായ്മ പോലെ അത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. ഇത് സംഭവിച്ചത് ഞാൻ തമ്പുരാൻ്റെ അടുത്ത് പോയി ആരാധനയ്ക്ക് ചോദിച്ചു, തമ്പുരാനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മക്കളോടൊരു ബന്ധം ഉണ്ടാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? തമ്പുരാൻ പറഞ്ഞു, സ്പെൻഡ് ടൈം വിത്ത് ദം. അവരുടെ കൂടെ നീ ചുമ്മാ പോയിരിക്കുക, അവർ നിന്റെ ചുറ്റും ഇരുന്നോളും. അപ്പോഴാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന മേശയ്ക്ക് ഒലിവ് തൈകൾ എന്താണെന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം നമ്മുടെ മക്കൾക്കും നമ്മുടെ പങ്കാളിക്കും കൊടുക്കുക എന്നൊരു ദൗത്യം ആസ് എ പ്രേക്ഷിതൻ നമുക്കുണ്ട്. നമ്മുടെ കുടുംബത്തിന് നവീകരണം അവിടെയാണ് ഉണ്ടാകുന്നത്. ആ മാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ അലയടിക്കുമ്പോൾ അവിടെ വ്യത്യാസമുണ്ടാവും, മക്കളുടെ സ്വഭാവത്തിന് വ്യത്യാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളോട് എന്തോരം പറയാനുണ്ടെന്നറിയൂ. നമുക്കൊരു നീതിയുണ്ട്. ഒരു ദിവസം തമ്പുരാൻ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി എത്ര സമയമുണ്ട്? ഞാൻ പറഞ്ഞു, 2 മണിക്കൂർ കൂടെ ഉണ്ട്. നീ സമയം ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. 6 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. 6 ഡിവൈഡ് ചെയ്ത് അത്ര സമയം ഓരോ പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു. അത്ര സമയം 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഓരോ പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ പോയി അടുത്തിരിക്കും, തലയിലൊക്കെ തിരുമും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ 6 പേർക്കും ഒരു നീതി ലഭിച്ചതുപോലെ എനിക്ക് തോന്നി. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ സമയമില്ലാന്ന് വിചാരിക്കുമ്പോഴും 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് 6 ഡിവൈഡ് ചെയ്യുക. 2 മിനിറ്റ് ഒന്ന് തലയിൽ പോയി തൊടുക, എടാ സുഖമാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മക്കൾക്ക് ഡിവൈഡ് ഞാൻ പെർഫെക്റ്റ് ഫാദർ ഒന്നുമല്ല. ഞാൻ പിള്ളേരുടെ ചൂടാവാറുണ്ട്, ഞാൻ ചിലപ്പോൾ എനിക്ക് വീഴ്ചകൾ പറ്റാറുണ്ട്, ഞാനവരെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ അവരുടെ കൂടെ പോയിരുന്ന ആ മുറിവുകൾ ഉണക്കുകയും അവരോട് കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റീസ്റ്റോറേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സമയം സ്പെൻഡ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, വചനം 1 തീമോത്തി 5:16 എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നുണ്ട്, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെ പ്രത്യേകിച്ച് സ്വഭവനത്തിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണെന്നാണ് പറയുന്നത്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ രൂപതകളിൽ പോയി ഫാമിലി അപ്പോസ്റ്റലിൽ പ്രസംഗിച്ചാലും SVD പോയി ധ്യാനം നടത്തിയാലും ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചാലും എൻ്റെ കുടുംബത്തിൽ ഞാൻ സുവിശേഷമാകുന്നില്ലെങ്കിൽ ഞാൻ അവിശ്വാസിയേക്കാൾ ഹീനനും വിശ്വാസം ത്യജിച്ചവനുമായി മാറും എന്ന് വചനം എന്നെ ഓർപ്പിക്കുന്നു. സോ there is a responsibility for each and every one of us.